പുലർവേളയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു യാത്ര പോകേണ്ട ആവശ്യമുണ്ടല്ലേ രാവിലെ തന്നെ. എന്തായാലും പ്രശസ്തമായ കണ്ണൂർ മുഴപ്പിലങ്ങാട് ബീച്ചിൽ ഡ്രൈവിംഗിനാണ് ആളുകൾ എത്തുന്നത്. എന്നാൽ ഇപ്പോൾ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കും കടലിലേക്കും ആളുകൾ ഒഴുകിയെത്തുന്നത് വർഷങ്ങൾക്ക് ശേഷം രൂപപ്പെട്ട കല്ലുമ്മക്കായ ചാകര തേടിയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകളാണ് കടൽ കടന്ന് കല്ലുമ്മക്കായക്കായി എത്തുന്നത്. കടലിലെ മക്കൾക്ക് ഈ കാലങ്ങളെല്ലാം വറുതിയുടെ കാലങ്ങളായിരുന്നു. പ്രത്യേകിച്ച് കടലിൽ മത്സ്യസമ്പത്ത് കുറഞ്ഞതാണ് അതിന്റെ പ്രധാന കാരണമായിരുന്നത്. ഏതായാലും 10 വർഷത്തിൽ ഇടയിൽ ഇത്തവണ കടൽ മറ്റൊരു അനുഗ്രഹം മത്സ്യത്തൊഴിലാളികൾക്കും അതോടൊപ്പം തന്നെ കടലിനെ ആശ്രയിക്കുന്നവർക്കും നൽകുകയാണ്. ഇത്തവണ മലബാറിൽ അല്ലെങ്കിൽ കണ്ണൂരിലൊക്കെ പ്രശസ്തമായ കല്ലുമ്മക്കായ എന്ന കടലിന്റെ വിഭവം സമൃദ്ധമായ പ്രാവശ്യം കടലുണ്ട്. അത് വിളവെടുക്കാൻ വേണ്ടി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ആളുകൾ എത്തുന്നത്. ആ യാത്രയിലേക്കാണ് നമ്മൾ പോകുന്നത്. കടലിന് ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട്. അതിൽ ഏറ്റവും കൂടുതലാണ് മുഴപ്പിലങ്ങാട് ബീച്ചും ഈ കടലും. പ്രത്യേകിച്ച് കാറ് പോലും സഞ്ചരിക്കാവുന്ന ഡ്രൈവിംഗ് ബീച്ചാണ് മുഴപ്പിലങ്ങാടുള്ളത്. നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ കാർ ഡ്രൈവിംഗിനും അതോടൊപ്പം തന്നെ കടലിന്റെ സൗന്ദര്യം ആസ്വദിക്കാനും എത്തുന്നത്. അതോടൊപ്പമാണ് ഇത്തവണ വിരുന്നൊരുക്കിയ ഈ കല്ലുമ്മക്കായ ശേഖരം പിടിക്കാൻ വേണ്ടി എനിക്ക് മുന്നിൽ കാണുന്ന ഈ നൂറുകണക്കിന് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന്റെ രീതികളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഈ കടലിലെ മുഴപ്പിലങ്ങാട് പ്രദേശത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒട്ടേറെ പ്രദേശവാസികൾ തന്നെയുണ്ട്. പ്രത്യേകിച്ച് കടലിലെ മത്സ്യബന്ധനം, ഈ കല്ലുമ്മക്കായ എല്ലാം ആശ്രയിച്ച് ജീവിക്കുന്നവർ. പക്ഷേ അടുത്ത കാലത്തെങ്കിലും ഇതുപോലെ വ്യാപകമായ രീതിയിൽ കല്ലുമ്മക്കായ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് ഈ അടുത്തുള്ളവർ തന്നെ. അതുകൊണ്ട് തന്നെയാണ് പുറമെയുള്ളവരെല്ലാവരും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രദേശവാസിയായ ഒരാൾ തന്നെയുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ കല്ലുമ്മക്ക ഇപ്രാവശ്യത്തെ പ്രത്യേകത എന്താണ്? കല്ലുമ്മക്കായ പറഞ്ഞാൽ ചെറിയ കല്ലുമ്മക്കായ ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും വന്നിട്ട് പറിക്കുന്നത്. 10 കൊല്ലത്തിന് മിത്തലായി ഇതേപോലൊരു കല്ലുമ്മക്കായ വർധനവ് നമ്മൾ കണ്ടിട്ട്. പിന്നെ ഇവിടെയുള്ള നാട്ടുകാരും പിന്നെ കുറച്ച് ആൾക്കാരും കൂടി അവർക്ക് തന്നെ ഇപ്പോൾ ഒരു ആഘോഷം പോലെയാണ് ഈ ചിപ്പി കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും ഇതൊരു ഉത്സവമായിട്ട് ആഘോഷം തന്നെയാണ്. ഇത് പറിച്ചില്ലെങ്കിൽ നശിച്ചു പോകുന്നു. ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു പ്രതിഭാസം തന്നെയാണ് ഇടയില്ലേ. ഇത് പിന്നെ വെച്ചാൽ ഇതിപ്പം പറിച്ചതെന്ന് വെച്ചാൽ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകുന്നു. അതുകൊണ്ടാണ് ജനങ്ങൾ ഇവിടെ വന്ന് പറിച്ചു വന്ന്. ചെറുതാണും കൂടി ഫുൾ ഇറച്ചിയാണ് ഇതിൻ്റെ അകത്തിലെ ടേസ്റ്റ്. നല്ല ടേസ്റ്റാണ്. വൈകുന്നേരങ്ങളിൽ എല്ലാവർക്കും നല്ലൊരു എനർജിയാണ്. അത് ഒരു യാത്രയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. കാണേണ്ട ബോരസാണ്, ഒരു എൻജോയും കൂടിയാണ്. എല്ലാവരും ഒത്തൊരുമിച്ച് പറയുന്നത് ഒരു പ്രത്യേക കാഴ്ചയാണ്. കാരണം വർഷങ്ങളായി മുഴപ്പിലങ്ങാട് ഈ തീരത്തൊന്നും കടലിലൊന്നും ഇത്ര രീതിയിൽ ഈ കല്ലുമ്മക്കായുടെ ചെറിയ കല്ലുമ്മക്കായ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ചിപ്പി എന്നാണ് വിളിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ നല്ല ടേസ്റ്റുള്ള ഇറച്ചി തന്നെയാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ഇവിടെ ഒന്ന് പറിക്കുന്നതിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു വിലക്കും വെച്ചിട്ടില്ല. കാരണം ഇത് ചത്തുപോകുന്നത് കൊണ്ട് തന്നെ എല്ലാവരും വന്ന് പറിച്ചുകൊണ്ട് പോകട്ടെ എന്നതാണ് അവരുടെ നിലപാട്. അത് അനുസരിച്ചാണ് ഇവിടെ നൂറുകണക്കിന് ആളുകൾ ദിവസവും വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഈ ചിപ്പി ശേഖരിക്കാൻ വേണ്ടി ഈ മുഴപ്പിലങ്ങാട് കടൽത്തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.